ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വാവയായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മൾ ഇക്കയുടെ ഒരു ഫ്രണ്ടും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വെച്ച് ആളെ കളിപ്പിക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ആൾക്കതൊന്നും ഇഷ്ടമല്ല, പേടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വലിയ ഡിസ്റ്റൻസും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ ചെന്ന ഡോറ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നടക്കത്തില്ല, പിന്നെയും വേറെ ദിവസം ആക്കേണ്ടി വരും എന്ന് വിചാരിച്ചപ്പം ഇല്ല, അപ്പുറത്തെ ഭാഗത്ത് തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. മുമ്പ് ഇവിടെ വന്ന ടൈമിൽ 10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ നിയമവും കാര്യങ്ങളൊക്കെ മാറി. അതുകൊണ്ട് റിസപ്ഷനിൽ തന്നെ പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണിക്കണം. അപ്പോൾ അവിടെ കുറച്ച് ടൈം നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ കുറച്ച് സമയം വാവനെ ഇതുപോലെ താഴെയൊക്കെ നിർത്തുകയും പുറത്തൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നല്ല താമസമായിരുന്നു ഇത്തവണ. അപ്പോൾ വാവയുടെ 1 വയസ്സിന് ശേഷമുള്ള വാക്സിൻ എടുക്കാനാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ വാവയുടെ പേരൊക്കെ വിളിച്ച് നമ്മൾ റൂമിലോട്ട് ചെന്നു. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന നാട്ടിലെ ബുക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടിലെയും വാക്സിൻ്റെ കാര്യത്തിനാണെങ്കിലും മാസത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ വാക്സിൻ എടുക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിലെ ബുക്കൊക്കെ നോക്കിയപ്പോൾ അവർക്ക് ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമയം കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ തുള്ളിമരുന്നും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 3 ഇഞ്ചക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തുള്ളിമരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ പിന്നെ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തു. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ചോറും കറിയൊന്നും വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ വിളിച്ച്, അതുകൊണ്ട് നേരത്തെ നമ്മൾ പോവുമായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ ശരിയായത്. അപ്പോൾ നമ്മൾ പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നമ്മൾ ഫുഡൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളും മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി തന്നെ 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഫിഷ് ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ വേറെ ചില്ലി ചിക്കനും നെയ്ച്ചോറും അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫിഷ് ബിരിയാണിയും അതുപോലെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ അതെടുക്കുന്ന സമയത്ത് നമ്മൾ ഈവനിങ് സ്നാക്ക് കൂടി ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂസയും ബ്രെഡ് നിറച്ചതും അതുപോലെ തന്നെ ഏത്തക്കായും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമൂസയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ബ്രെഡിൻ്റെ ഈ ഒരു ഐറ്റം ഒരു തവണ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് മേടിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പ്ലം കേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്നപാടെ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ ചിക്കൻ ബിരിയാണി ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് കൊള്ളായിരുന്നു. പക്ഷേ ഫിഷ് ബിരിയാണിയുടെ റൈസ് കൊള്ളായിരുന്നു, പക്ഷേ ഫിഷ് പഴയതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, റൈസ് മാത്രം കൊള്ളായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു, വാവയ്ക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. പിന്നെ നമ്മളെ ഈന്തപ്പഴ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് കേട്ടോ നമ്മൾ ചോറ് കഴിക്കുന്നത്.
പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇക്ക ഉറങ്ങാൻ വേണ്ടി കിടന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ രാവിലെ തന്നെ തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണിയൊക്കെ ഒന്ന് വിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ 2 റൂമാട്ടോ ഉള്ളത്. അപ്പോൾ ഈ റൂമിൽ അത്യാവശ്യം സാധനങ്ങളൊന്നും ഇല്ലാത്ത റൂമായിരുന്നു. പക്ഷേ വാവ വളരുന്ന അനുസരിച്ച് നമ്മൾ അവിടെ ഇരിക്കുന്ന കബോർഡും ഹാളിൽ ഇരിക്കുന്ന ഐറ്റംസും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെക്കലാണ് കേട്ടോ. ആളെല്ലാം തുറക്കലും അതിൻ്റെ മുകളിൽ കയറലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റൂം നിറച്ച സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ തുണി ഒരുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വാവ എന്തൊക്കെയോ എടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ല വേദനയും കണ്ട് വരാൻ തുടങ്ങി. നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പോരാത്തതിന് ചെറിയ ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ മെഡിസിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും വേദനയൊക്കെ എടുത്ത് എന്തോ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.